ബനാന റോസ്റ്റ് ഇനി എണ്ണയിൽ മുക്കി വറക്കാതെ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഏത്തപ്പഴം എണ്ണയിൽ മുക്കി പൊരിച്ചു കഴിക്കുന്നത് നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടവുമാണ്. എന്നാൽ ഇത് ഓയിലിൽ മുക്കി പൊരിക്കുന്നത് കൊണ്ട് പലർക്കും പല ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ എണ്ണയിൽ മുക്കി പൊരിക്കാതെ എങ്ങനെ ഏത്തപ്പഴം രുചികരമായി പൊരിച്ചെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 2 ഏത്തപ്പഴം പൊരിച്ചെടുക്കാനുള്ള അളവാണ് ഞാൻ ഈ പറയുന്നത്. അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിൻ്റെ കൂടെ 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുക. കൂടെ 1/2 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാര ഓപ്ഷണലാണ്, മധുരം താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ലേശം ഉപ്പ്, അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കാപ്പൊടി, അതല്ലെങ്കിൽ വാനില എസൻസ് ഒഴിച്ചാലും മതി. അതിനുശേഷം 1/4 കപ്പ് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല്. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ടകളില്ലാതെ വേണം ഇത് മിക്സ് ചെയ്യാൻ. അങ്ങനെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലത് കലക്കിയെടുക്കണം. ഒത്തിരി ടൈറ്റ് ആകരുത്. എണ്ണയിൽ മുക്കി പൊരിക്കാത്തത് കൊണ്ട് മാവ് ഒത്തിരി ടൈറ്റായി എടുക്കരുത്. ഈ പരുവത്തിൽ വേണം മാവ് കലക്കിയെടുക്കാനായിട്ട്. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഏത്തപ്പഴം കനം കുറച്ച് കീറിയെടുക്കണം. ഇവിടെ ഞാൻ ആദ്യം ഒന്ന് കുറുകെ മുറിച്ചു. അതിനുശേഷം ഒരെണ്ണം 3ആയിട്ടും മറ്റേ പഴം 4ആയിട്ടും കീറിയെടുത്തിട്ടുണ്ട്. ഇതും മുറിച്ച് മാറ്റി വെക്കുക. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ബ്രെഡ് ക്രംസ് എടുക്കുക. കൂടെ 1/2 ടീസ്പൂണ് എള്ളും അതുപോലെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും. ജീരകം താല്പര്യമുള്ളവർ ചേർത്താൽ മതി, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതും കൂടെ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കണം. ഇനി ചൂടായ പരന്നൊരു പാനിൽ 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിലോ ഒഴിക്കുക. ഇനിയും ഓരോ ഏത്തപ്പഴവും പീസും ഈ മാവിൽ മുക്കി ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് എല്ലാ വശത്തും പുരട്ടിയിട്ട് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. അങ്ങനെ എല്ലാ ഏത്തക്കായുടെ പീസും ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം ഓരോ പീസായിട്ട് ചൂടായ നെയ്യിൽ ഇട്ട് തിരിച്ചും മറിച്ചു വിട്ട് റോസ്റ്റാക്കി എടുക്കണം. ഈ സമയം ഫ്ലെയിം ലോ ടു മീഡിയത്തിലായിരിക്കണം. എല്ലാം റോസ്റ്റായി കഴിയുമ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. മീഡിയം ഹൈയിൽ വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇവിടെ കുറച്ച് ലേശം എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാ ഏത്തപ്പഴവും ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസ് പാനിലുണ്ടെങ്കിൽ അടുത്ത ബാച്ച് ഇടുന്നതിന് മുമ്പ് തുടച്ച് മാറ്റുക. എണ്ണ ആവശ്യമെങ്കിൽ 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ കൂടെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ വളരെ ടേസ്റ്റിയായും ഹെൽത്തിയുമായ ബനാന റോസ്റ്റ് തയ്യാറായി. ഒരു ബാലൻസ്ഡ് റോസ്റ്റ്, മുട്ടയും പാലും ഏത്തക്കായും എല്ലാം ചേർന്ന ഒരു റോസ്റ്റ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റോസ്റ്റ്. എണ്ണയിൽ മുക്കിപ്പൊരിക്കാതെ മറ്റൊരു രീതിയിൽ തയ്യാറാക്കിയ ഈ ബനാന റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.